ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. ഇതമറിവെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് സമതന്റെ വിശേഷമാണ് ബോധം. മതി മുതലായവയൊക്കെ മാറിമേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. കഴിഞ്ഞ ശ്ലോകത്തിൽ ഇത് കുടം എന്ന് പറഞ്ഞു. ഇത് എന്നത് അന്യയുടെ സാമാന്യ ശക്തി, കുടം എന്നത് വിശേഷ ശക്തി എന്നും നാം കണ്ടു. ഇനി സമയിലേക്ക് ഗുരു കടക്കുകയാണ്. ഇതം അറിവ് എന്നിവിടെ പറയുന്നു. ഈ വാക്യത്തിലെ ഇതം അല്ലെങ്കിൽ ഇത് സമയുടെ സാമാന്യ ശക്തിയാണ്. അറിവ് അഥവാ ബോധം എന്നത് വിശേഷ ശക്തിയുമാണ്. മതി അഥവാ ബുദ്ധി, മനസ്സ്, അഹങ്കാരം തുടങ്ങിയവ ഇവയൊക്കെ നമുക്ക് മാഞ്ഞു പോകണം. നാം അവിടെ കുടുങ്ങിക്കിടക്കരുത്. എന്നിട്ട് നാം എവിടേക്ക് എത്തണം? അറിവ് അഥവാ ബോധത്തിലേക്ക് എത്തണം. നാം അറിവായി മാറണം. അതിനെന്ത് വേണം? സമയെ ആത്യന്തികമായ അറിവിനെ ഭജിക്കണം, ധ്യാനിക്കണം. ശരിയായ ധ്യാനത്തിലൂടെ മാത്രമാണ് നാം അറിവായി തീരുന്നത്. അന്യയിൽ നാം പുറത്തു നിന്ന് നോക്കി കാണുകയാണ്. കുടത്തെ നോക്കുന്നു, കുടത്തെ കാണുന്നു, കാണുന്ന നമ്മളുമുണ്ട്. കുടമുണ്ട്, കാണലുണ്ട്, കാണുന്ന വ്യക്തിയും ഉണ്ട്. ഇത് അറിവിൻ്റെ അന്യയാണ്. ഇവിടെ ഈ കാണൽ അല്ലെങ്കിൽ അറിയൽ ഏതു വസ്തുവിലും ഒരുപോലെയാണ്. വസ്തു മാറാം, കാണുന്ന ആളും മാറാം. എന്നാൽ കാണൽ മാറുന്നില്ല. അന്യയിൽ നിലനിൽക്കുന്നതിലാണ് നമുക്ക് ഓരോ കാണലും വ്യത്യസ്തമാകുന്നത്. ശരിയായ ധ്യാനത്തിലൂടെ നമുക്ക് അന്യയിൽ നിന്ന് പുറത്തു കടക്കാനായാൽ പിന്നീട് വ്യത്യസ്ത കാഴ്ചകൾ ഇല്ല. കാണുന്ന ആളും വേറെ എന്നില്ല. ആകെയുള്ളത് അറിവ് മാത്രമാകുന്നു. അറിവ് മാത്രമാകുമ്പോൾ എല്ലാം ഒന്നാകുന്നു. ഈ അറിവിൽ ഉറയ്ക്കലാണ് പ്രധാനം. അതാണ് സദ്ഗതി, ഒരു ജീവന്റെ ശരിയായ പ്രയാണം.